വീടുകളുടെ ആവശ്യകത നോക്കിയാൽ അത്രത്തോളം വീട് നിർമ്മിക്കാൻ ഇപ്പോൾ ഈ സ്ഥലം പോരാ. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീടുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കേണ്ടതായിട്ട് വരും. അതിന് ഈ ഭൂമിയുടെ കിടപ്പ് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് വഴി? ഒരു വഴി ഈ പൊതു സൗകര്യങ്ങൾ ചിലയിടത്ത് ഏർപ്പെടുന്നുണ്ട്. ആ സൗകര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആ പ്രദേശം ചിലത് ഉപയോഗിക്കാൻ പറ്റുമോ, ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കുന്നതാണ്. ആ പരിശോധനയുടെ ഭാഗമായി വീടിൻ്റെ എണ്ണം കൃത്യമായി നിശ്ചയിക്കുന്ന നിലയുണ്ടാവും. സ്പെഷ്യൽ പാക്കേജിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള പാക്കേജിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഇനിയിപ്പോൾ ഒരു കേന്ദ്രത്തിൻ്റെ പ്രത്യേക പാക്കേജ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് കരുതുന്നുണ്ടോ? കേന്ദ്രത്തിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് നമ്മളൊരു ആവശ്യമാണല്ലോ. ആ ആവശ്യം നമുക്ക് ന്യായമായിട്ട് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും. അനുവദിക്കില്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അനുവദിച്ചില്ലെങ്കിലും നമ്മൾ ആ ആവശ്യം വീണ്ടും ആവർത്തിച്ചു എന്ന നില വരും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണോ കണ്ടിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ പുനരധിവാസം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടൈം ഫ്രെയിം എത്ര നാൾ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ ഏകദേശം? ഇത് വളരെ വേഗതയിൽ പൂർത്തിയാക്കും. അതായത് അതിൻ്റെ കൃത്യമായ സമയം ഒരു 2-3 ആഴ്ചകൾക്കുള്ളിൽ പറയാൻ പറ്റും. കാരണം ഈ ബന്ധപ്പെട്ട ഏജൻസികളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കൃത്യമായി ടൈം ഷെഡ്യൂൾ തീരുമാനിക്കും. ഈ 2 സ്ഥലങ്ങളിലേക്ക് വേണ്ട അതിൻ്റെ ചെലവ് ഈ പറയുന്ന 38 സ്പോൺസർഷിപ്പ് തന്നെ കിട്ടുമോ, അതെല്ലാം പുറമെ സംഘടിപ്പിക്കുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന ദുരന്തത്തിനിരയായ ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമ്മൾ പൂർണ്ണമായും ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിന് ധാരാളം ആളുകൾ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ നല്ല മനസ്സെല്ലാം നമ്മളുമായിട്ട് സഹകരിക്കുക തന്നെ ചെയ്യും, തുറന്ന് സഹകരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി എത്ര കിട്ടുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ബാധ്യതയാണ് ഇത് പൂർത്തിയാക്കുക എന്നുള്ളത്. ആ ബാധ്യത നിർവഹിച്ചിരിക്കും. പ്രയോറിറ്റി അങ്ങ് പറഞ്ഞു. ഈ വീട് നഷ്ടപ്പെട്ടവരും താമസിക്കാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഉള്ള ആളുകളും അതങ്ങനെ ഒരു പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മളൊരു കൃത്യമായൊരു പിന്നെ ആ പട്ടികയൊക്കെ റെഡിയാണല്ലോ. ആ പട്ടികയ്ക്കൊന്നും പ്രശ്നമില്ല. ഈ രണ്ടാമത്തെ പട്ടികയിൽ ഒരു പരിശോധന കൂടി നടക്കേണ്ടതുണ്ട്. ഇത് നോ ഗോ സോണില്ലേ, ആ പറയുന്ന സ്ഥലത്തുള്ള ആളുകളെ അവിടെ ഒരു തർക്കമുണ്ടായി നേരത്തെ. അതായത് ഒരു വിദഗ്ധ സമിതി, ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സമിതി അവിടെ പരിശോധന നടത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവർ കണ്ട ഭാഗം അടയാളപ്പെടുത്തണം. അതിന് പുറപ്പെട്ടപ്പോൾ അവിടെ ചില എതിർപ്പുകളുണ്ടായി. ഒരു ദുരന്തമുഖത്ത് ഈ എതിർപ്പിൻ്റെ മുന്നിലൊന്നും വേറെ നിലപാട് സ്വീകരിക്കില്ലാലോ വേണ്ടത്. തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് വെച്ച് അതങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. ഇനി അത് അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ആ എതിർത്തവരോട് പറയാനുള്ളത് ഇനി എതിർക്കാൻ പുറപ്പെടേണ്ടെന്നാണ്. അത് അടയാളപ്പെടുത്തി ആ മേഖല ഏതാണോ, ആ മേഖലക്കൊക്കെ അകത്തുള്ള കുടുംബങ്ങൾ ഏതാണോ, ആ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിന് അർഹത. അതിനപ്പുറത്തും ആളുകളുണ്ടാകാം, അവരാഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിന് ആ മേഖലയിൽ താമസിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കണക്ക് പെട്ടെന്ന് തന്നെ തീരുമാനിക്കും, ഇപ്പം തന്നെ തീരുമാനിക്കും. ഇതിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെ കൊടുക്കുക. അങ്ങനെ ഉടമസ്ഥാവകാശം അവർ നേരത്തെ പറഞ്ഞല്ലോ, അവർ ഇവിടുന്ന് മാറിപ്പോയാലും ആ സ്ഥലമെല്ലാം അവരുടെ തന്നെയായിരിക്കും. അവരുടെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെയായിരിക്കും. ടൗൺഷിപ്പ് വരുന്ന പുതിയ ടൗൺഷിപ്പിൻ്റെതും ഉടമസ്ഥാവകാശം അവർക്കുണ്ടാവും. പക്ഷേ ഒരു കാര്യം മാത്രം, അത് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, എന്നാൽ തീരുമാനിക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം അറിയാമല്ലോ, ചില ഘട്ടത്തിൽ ഈ ചില ആവശ്യങ്ങൾ വെച്ച് വിൽപ്പനക്ക് തയ്യാറാവുമല്ലോ. അങ്ങനെ ആ വിൽപ്പന പിന്നെ പെട്ടെന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു സാധാരണ ചില നിബന്ധനകൾ വരുമല്ലോ, അതുമാത്രം. ബാക്കി എല്ലാ ഉടമസ്ഥാവകാശവും അവർക്കുണ്ടാവും. ഇവിടെ ഈ പുനരധിവാസം പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് പിന്നീട് സർക്കാരിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാവും? അതല്ല അവരുടെ ജീവിത വരുമാനം തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും? എല്ലാ കാലവും ഗവൺമെൻറ് സഹായിച്ചുകൊണ്ടേ ഇരിക്കൂലല്ലോ. അതൊരു പുനരധിവാസത്തിലുമില്ല. അത് ബാക്കി നമുക്ക് പിന്നീട് എടുക്കാം. അല്ല, മറ്റൊരു കാര്യം പിന്നീട് എടുക്കാം. In Shivagiri, you had made a statement that the Sanatana Dharma is not compatible with democracy and it is a favorite word for a monarch and casteist. This has caused a lot of discussion. Your response to it, CM?
അത് വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ്. അതൊന്നുകൂടി അത് ആവർത്തിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത്. വളരെ വിശദമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പറയാൻ സമയമില്ല. You stand by the same statement. എന്താ സംശയം? ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു.